ഒരിക്കലുമല്ല. കാരണം ഈ എക്സാം നടക്കാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ എക്സാമിൻ്റെ ട്രെൻഡ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് മോസ്റ്റ്ലി ഈ വർഷം RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം 2026 നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റ് 13 വരാൻ പോവാണ് അല്ലേ. നിങ്ങൾക്കറിയാം 4098 ഒഴിവുകളാണ് ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ബ്രാഞ്ചസിലും എത്രത്തോളം വേക്കൻസീസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. കാരണം പ്രിപ്പറേഷൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരാൻ കാരണം ഒരുപാട് പേര് ചിന്തിക്കുന്നത് CBT 1 പഠിക്കണോ അല്ലെങ്കിൽ CBT 2 വേണ്ടി പഠിക്കണോ അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും കൂടി ഒരു മിക്സ് ആണോ, ഏത് രീതിയിലാണ് ഇത് പഠിക്കേണ്ടത്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് കൂടി വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ RRB ജൂനിയർ എഞ്ചിനീയർ ഇത്തവണ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 4098 ആണ്. അതിൽ തന്നെ 1654 ഒഴിവുകൾ വന്നിരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സിവിലുകാരുടെ പോസ്റ്റിലേക്ക് മറ്റു ബ്രാഞ്ചസുകാർക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റൂല, അപ്ലൈ ചെയ്യാൻ പറ്റൂല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമാണ്. അതായത് സിവിൽ എഞ്ചിനീയറിംഗിൽ 1654 പോസ്റ്റ് അത് സിവിലുകാർക്ക് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും മികച്ച സമയം. ഇനി മറ്റു ബ്രാഞ്ചസുകാരെ വേക്കൻസീസ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ നോക്കിയേ, മെക്കാനിക്കലിന് 1213 ആണ്, അതേപോലെ ഇലക്ട്രിക്കലിന് 614 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രിക്കലുകാർ ചിന്തിക്കുന്നുണ്ടാവുക ആകെ 614 ഒഴിവല്ലേ ഉള്ളൂ, ഇലക്ട്രിക്കലുകാർക്ക് പഠിക്കാനുള്ള അവസരം അല്ലെങ്കിൽ ഇലക്ട്രിക്കലുടെ അവസരം വളരെ കുറഞ്ഞു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നത്. അതായത് ഇലക്ട്രിക്കൽ കഴിഞ്ഞ് അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ S&T സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിൽ 303 ഒഴിവായിട്ടുള്ളത്. സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സുകാർക്ക് ആകെ 300 ഒഴിവാണ് ഉള്ളതെന്നാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ വേക്കൻസി കുറവായ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അവിടെയാണ് അടുത്ത പോയിന്റ്. അതായത് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇലക്ട്രിക്കൽ മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പറ്റുക, അയാൾക്ക് മെക്കാനിക്കൽ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ സ്റ്റോർസ് അഥവാ ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടന്റ് പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഒരാൾക്ക് എത്ര പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? 614 ഇലക്ട്രിക്കലിൻ്റെ പോസ്റ്റുകൾ ഉണ്ടാവും, 1213 മെക്കാനിക്കലിൻ്റെ പോസ്റ്റുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ 314 സ്റ്റോറിൻ്റെ പോസ്റ്റുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ്റെ 300 വരുന്നുണ്ട്, 303 വരുന്നുണ്ട്. എന്നുവെച്ചാൽ 600 1200 2400 ഒഴിവിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി 2400 മുകളിലുണ്ട് അല്ലേ, 2400+ വരുന്നുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് 1213 ആണ്. അത്ര മാത്രമാണോ ഉള്ളത്? അല്ല. മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക്കലിൻ്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം, 614 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ സ്റ്റോർസിലുള്ള 314 പോസ്റ്റ് ഇതിലേക്ക് മാർക്ക് അപ്ലൈ ചെയ്യാം, മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. സോ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് സിവിലിൽ നല്ല ഒഴിവ് വന്നിട്ടുണ്ട് 1654. അതേപോലെ തന്നെ മെക്കാനിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2000 മുകളിൽ വന്നിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രിക്കൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഇലക്ട്രിക്കലാണ് 2400. ഇനി കമ്പ്യൂട്ടർ സയൻസുകാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് എന്ന് പറയുന്നത് ഈ സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, മെക്കാനിക്കൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അവർക്കും എന്താണ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. അതായത് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത് എല്ലാ ബ്രാഞ്ചസുകാർക്കും മികച്ച അവസരമാണ്. സിവിലിൻ്റെ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്, കാരണം സിവിലിനെ സംബന്ധിച്ചിടത്തോളം അവരെ പോസ്റ്റിലേക്ക് വേറെ ആരും കോമ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാൽ മെക്കാനിക്കലിൻ്റെ പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകളും ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകളും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇലക്ട്രിക്കലിൻ്റെ പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകളും ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേക്കൻസി നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് സോൺ സെലക്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്തൊക്കെ ഇത് നിങ്ങൾ മൈൻഡിൽ ഉണ്ടാവണം. നിങ്ങളെ ബ്രാഞ്ചിലുള്ള പോസ്റ്റിലേക്ക് മാത്രമല്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. സിവിലിൻ്റെ കേസിൽ മാത്രമാണ് അവിടെ ഒരു എക്സ്ക്ലൂഷൻ വരുന്നത്. ഓക്കെ, ഇനി ഇത് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളത്, അതായത് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ CBT 1 വേണ്ടി മാത്രമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്.
ഒരിക്കലുമല്ല. കാരണം ഈ എക്സാം നടക്കാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ എക്സാമിൻ്റെ ട്രെൻഡ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് മോസ്റ്റ്ലി ഈ വർഷം നവംബർ ഡിസംബറിൻ്റെ ഉള്ളിലായിട്ട് തന്നെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, CBT 1 എക്സാം കണ്ടക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഡൗട്ടാണ്, ഈ CBT 1 റിസൾട്ട് വന്നിട്ട് CBT 2 പഠിച്ചാൽ മതിയൊന്നും. ഒരിക്കലും അത് മതിയാവില്ല. നിങ്ങൾ പാരലലി CBT 1ഉം CBT 2ഉം പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്സ്, അതേപോലെ തന്നെ റീസണിങ്. അത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു മാത്സ് റീസണിങ് ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ ടെക്നിക്കൽ സബ്ജക്റ്റും നിങ്ങൾ എന്ത് ചെയ്യണം. ഇതിന്റെ ടൈം ഞാൻ കൊടുത്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ടൈമാണ്. പക്ഷെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേരി ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ടെക്നിക്കൽ സബ്ജക്റ്റിൽ നല്ല നോളജ് ഉള്ള ആളുകൾ ഉണ്ടാവും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടെക്നിക്കലിൽ വളരെ വീക്ക് ആയിട്ടുള്ള ഒരാളെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ടെക്നിക്കൽ നിങ്ങൾ നല്ല സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അവിടെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ആയിരിക്കണം കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരിക. ഇനി ടെക്നിക്കലി നിങ്ങൾ സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 1 to 2 hours മാത്രം ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. ബാക്കി സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരിക ഒരു 2 to 3 hours മാത്സിലും അതേപോലെ തന്നെ 2 to 3 hours റീസണിങ്ങിലും നിങ്ങൾ എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. GA ആൻഡ് കറണ്ട് അഫയേഴ്സ്, ജനറൽ സയൻസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഒരു 1 hourന്റെ ഉള്ളിൽ ഡെയിലി പഠിച്ചാൽ മതി. അതിൽ ഡെയിലി 1 hour, എക്സാം കഴിയുന്നത് വരെ ഡെയിലി 1 hour പഠിച്ചാൽ മതി. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ടോപ്പിക്കിൽ നല്ല സ്കോർ എത്തും. ഒരു പക്ഷേ മേ ബി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യണം. ഒരു പക്ഷേ അത് റിമൂവ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ALP എക്സാമിലൊക്കെ അത് റിമൂവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മോക്ക് ഓർ PYQ അനാലിസിസ്. ഇപ്പോൾ കുറേ അധികം PYQs നിങ്ങൾക്ക് കിട്ടും. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. അതായത് റെയിൽവേ എക്സാംസുകൾ 6 വർഷം കൂടുമ്പോൾ 7 വർഷം കൂടുമ്പോഴൊക്കെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ PYQs കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അനേകം PYQs ഉണ്ട്. ALP എക്സാംസിൻ്റെ ഇതുണ്ട്, ജൂനിയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വർഷത്തോ അതിൻ്റെ മുന്നത്തെ വർഷത്തോ ഒക്കെ ആയിട്ട് ഒരുപാട് PYQs അവൈലബിൾ ആണ്. അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അനലൈസ് ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ട്, അതായത് 1 മണിക്കൂർ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്നൊരു 50 ക്വസ്റ്റ്യൻസ് ടാർഗറ്റ് ചെയ്ത് ചെയ്യുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊരു പ്രാക്ടീസ് ആക്കി മാറ്റിയെടുക്കുക. ഇതൊരു ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. വെറുതെ തിയറി പഠിച്ചു മാത്രം പോയിട്ട് കാര്യമില്ല. ആ പഠിക്കുന്ന സമയത്ത് തന്നെ എഫക്റ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോബ്ലം ഡിസ്കഷനും അതിൻ്റെ പാർട്ടായിട്ട് തന്നെ ചെയ്യണം. ഇതാണ് ഒരു എന്താ പറയുക, എഫക്റ്റീവ്ലി ഈ എക്സാം ടാർഗറ്റ് ചെയ്യാനുള്ള, അതായത് ഒരു ദിവസം ഒരു 7 മുതൽ 7 മണിക്കൂർ വരെ നിങ്ങൾ മാറ്റി വെക്കണം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തരുന്ന സജഷന്. അതിനുവേണ്ടി ഫുൾ എഫേർട്ട് എടുക്കുക. കൺസിസ്റ്റൻസിയാണ് ഏതൊരു എക്സാമിലും വലിയ വിജയങ്ങൾ നേടിത്തരുന്നത്. നിങ്ങൾ ഇനി വരാനിരിക്കുന്ന ഈ എക്സാമിൻ്റെ CBT 1ഉം CBT 2ഉം മെഡിക്കലും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കഴിഞ്ഞ അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടുന്ന ആ ഒരു ദിവസത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു മെന്റർഷിപ്പോട് കൂടി കൃത്യമായി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു എഫക്റ്റീവ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണ കേരളത്തിലെ ഏറ്റവും മികച്ച RRB JEE റിസൾട്ടുകളിൽ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എൻട്രി ആപ്പിനോടൊപ്പം ചേർന്ന് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങല്ലേ? ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.